ഈസി ജോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ പ്രധാന നദീതീര പട്ടണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. എത്ര നന്നായി പഠിച്ചിട്ട് പോയാലും പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ഓപ്ഷനിലുള്ള എല്ലാ നദിയുടെ തീരത്തും ആ ചോദ്യത്തിലുള്ള പട്ടണം ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലേ? അതിന് ഞാൻ കണ്ട ഒരു സൊല്യൂഷനാണ് മാപ്പ് നോക്കി പഠിക്കുക എന്നത്. അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കുറെയെങ്കിലും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വീഡിയോ അവസാനം വരെ കാണണം. ഓർത്തിരിക്കാനുള്ള ചില കോഡുകളും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. തൊട്ട് താഴെ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ. അപ്പോൾ ഈ ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന പ്രധാന നദികൾ ഇൻഡസ് നദിയും അതിന്റെ പോഷക നദികളായ ഝലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു സംസ്ഥാനത്തിലെ പട്ടണമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു നദിയാണ് എന്നും തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ സംസ്ഥാനങ്ങളോടൊപ്പം തന്നെ ആ നദിയും അതിന്റെ പട്ടണങ്ങളും പഠിക്കുക. പട്ടണങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും ഏത് നദീതീരമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ആദ്യം ഇൻഡസ് നദിയുടെ തീരത്താണ് ലേ. ഇൻഡസിന്റെ തീരത്താണ് ലേ പട്ടണം. ജമ്മു കാശ്മീരിലാണ്. ജമ്മു കാശ്മീരിലെ ലേ ഇൻഡസിന്റെ തീരത്താണ്. ശ്രീനഗർ ഝലം നദിയുടെ തീരത്താണ്. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനമായ ശ്രീനഗർ ഝലം നദിയുടെ തീരത്ത് കാണുന്നു. മണാലി, ഷിംല, കുളു ഇവയെല്ലാം ഹിമാചൽ പ്രദേശിലാണ്. മണാലി, ഷിംല ഇവ. അതില് മണാലി ബിയാസ് നദിയുടെ തീരത്താണ്. മണാലി ബിയാസ് നദിയുടെ തീരത്ത് കാണുന്നു. ഷിംല സത്ലജ് നദിയിലും. ഷിംല സത്ലജ് നദിയിലാണ്. പഞ്ചാബിലെ ലുധിയാനയും സത്ലജ് നദിയിലാണ്. അപ്പോൾ മണാലി ബിയാസിന്റെ തീരത്ത്, ഷിംല, ലുധിയാന സത്ലജിന്റെ തീരത്ത്. മണാലിയും ഷിംലയും ഹിമാചൽ പ്രദേശിലും ലുധിയാന പഞ്ചാബിലുമാണ്. പഞ്ചാബിൽ തന്നെ അമൃതസർ ബിയാസിന്റെ തീരത്താണ്. അമൃതസർ ബിയാസിന്റെ തീരത്ത്. ബദരിനാഥ് അളകനന്ദയുടെ തീരത്താണ്. ബദരിനാഥ് അളകനന്ദയുടെ തീരത്ത്. ഹരിദ്വാർ, ഋഷികേശ് എന്നിവ ഗംഗാ നദിയുടെ തീരത്താണ്. ഹരിദ്വാർ, ഋഷികേശും ഒക്കെ ഉത്തരാഖണ്ഡിലാണ്. ഇവ രണ്ടും ഗംഗാ നദിയുടെ തീരത്താണ്. ഇവയെക്കുറിച്ച് ഓർത്തിരിക്കാനുള്ള ചില കോഡുകൾ അവസാനം പറയുന്നുണ്ട്. ഇപ്പൊ മാപ്പിലൂടെ അതിന്റെ ഒരു ലൊക്കേഷൻ മനസ്സിലാക്കുക. നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹി യമുന നദിയുടെ തീരത്താണ്. ഡൽഹി യമുന നദിയുടെ തീരത്താണ്. അപ്പോ ലേ ഇൻഡസിന്റെ തീരത്ത്, ശ്രീനഗർ ഝലം നദിയുടെ തീരത്ത്, മണാലി ബിയാസ് നദിയുടെ തീരത്ത്, ഷിംല ലുധിയാന സത്ലജിന്റെ തീരം, അമൃതസർ ബിയാസ് നദി, ബദരിനാഥ് അളകനന്ദ, ഹരിദ്വാർ ഋഷികേശ് ഗംഗ, ഡൽഹി യമുന നദിയുടെ തീരത്തും. കുറച്ചുകൂടി താഴേക്ക് വന്നാൽ ഗംഗാ നദിയും അതിന്റെ പോഷക നദികളും ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെയാണ്. പ്രധാനമായും ഉത്തർപ്രദേശ്. അപ്പോൾ ഗംഗയും അതിന്റെ പോഷക നദികളുടെയും തീരത്തുള്ള പട്ടണങ്ങൾ. ആഗ്രയും മധുരയും ഉത്തർപ്രദേശിലാണ്. ആഗ്ര, മധുര ഉത്തർപ്രദേശിലാണ്. ഇവ രണ്ടും യമുന നദിയുടെ തീരത്താണ്. ആഗ്രയും മധുരയും യമുന നദിയുടെ തീരത്താണ്. രണ്ട് മധുരയുണ്ട്. വടക്കുള്ള മധുര, അതുപോലെ തമിഴ്നാട്ടിൽ മറ്റൊരു മധുരയുണ്ട്. ഇവിടെ മധുര ഉത്തർപ്രദേശിലെ യമുന നദിയുടെ തീരത്താണ്. പിന്നീട് വാരാണസി, കാൺപൂർ, മിർസാപൂർ, അലഹബാദ്. വാരാണസി, കാൺപൂർ, മിർസാപൂർ, അലഹബാദ് ഇവയെല്ലാം തന്നെ ഉത്തർപ്രദേശിലാണ്. ഗംഗാ നദിയുടെ തീരത്താണ്. വാരാണസി, കാൺപൂർ, മിർസാപൂർ, അലഹബാദ്. ലക്നൗ ഉത്തർപ്രദേശിലെ ഗോമതി നദിയുടെ തീരത്താണ്. ലക്നൗ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ്. ലക്നൗ ഗോമതി നദിയുടെ തീരത്താണ്. ഗോമതി ഗംഗാ നദിയുടെ ട്രിബ്യൂട്ടറിയാണ്, പോഷക നദിയാണ്. ഗോമതിയുടെ നദിയുടെ തീരത്താണ് ലക്നൗ. അയോധ്യ സരയൂ നദിയുടെ തീരത്ത്. അയോധ്യ സരയൂ നദിയില്. ഗ്വാളിയോർ ചമ്പലിന്റെ തീരത്താണ്. ചമ്പലും ഗംഗാ നദിയുടെ, യമുന നദിയിലാണ് വന്നു ചേരുന്നത്. അപ്പോ ചമ്പലിന്റെ തീരത്താണ് ഗ്വാളിയോർ. ഇന്ത്യയുടെ പടിഞ്ഞാറുള്ള സംസ്ഥാനം
ഗുജറാത്താണ്. ഗുജറാത്തിലൂടെയുള്ള നദി സബർമതി. പിന്നീട് അതിന്റെ താഴെയായി നർമ്മദ, താപ്തി, ചെറിയൊരു ഭാഗം നർമ്മദ, താപ്തി. അതില് സബർമതി നദിയുടെ തീരത്താണ് ഗാന്ധിനഗർ, അഹമ്മദാബാദ്. ഗാന്ധിനഗറും അഹമ്മദാബാദും സബർമതി നദിയുടെ തീരത്താണ്. സൂററ്റ് താപ്തിയുടെ തീരത്തും. സൂററ്റ്, താപ്തി, ഗാന്ധിനഗർ, അഹമ്മദാബാദ്, സബർമതി ഇവയെല്ലാം തന്നെ ഗുജറാത്തിലാണ്. അടുത്തത് വടക്ക് കിഴക്ക് ഭാഗം. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. വടക്ക് കിഴക്ക് ബ്രഹ്മപുത്ര നദിയാണ്. കുറച്ചുകൂടി താഴേക്ക് വന്ന് ഹൂഗ്ലി നദിയുണ്ട്. വെസ്റ്റ് ബംഗാളില്, പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൽക്കട്ട ഹൂഗ്ലി നദിയുടെ തീരത്താണ്. പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമാണ് കൽക്കട്ട. കൽക്കട്ട സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ്. ആസാമിലെ ഒരു പ്രധാന നഗരമാണ് ഗുവാഹട്ടി. ഗുവാഹട്ടി ബ്രഹ്മപുത്രയുടെ തീരത്താണ്. ഗുവാഹട്ടി ബ്രഹ്മപുത്രയുടെ തീരത്ത്, കൽക്കട്ട ഹൂഗ്ലി നദിയുടെ തീരത്തും. അടുത്തത് തെക്കേ ഇന്ത്യയിലെ നദികളാണ് ഉപദ്വീപീയൻ നദികൾ. ഉപദ്വീപീയൻ നദികൾ നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഇവയൊക്കെയാണ് ഉപദ്വീപീയൻ നദികൾ. അപ്പോൾ തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങള്, തെക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, പിന്നീട് മഹാരാഷ്ട്ര, ഒറീസ ഇവ തെക്കേ ഇന്ത്യ എന്ന് പറയുന്നത് ഉപദ്വീപിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ്. ഇവിടെയുള്ള പ്രധാന നദീതീര പട്ടണങ്ങളാണ്. ഒന്ന് മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഒന്ന് കട്ടക് ആണ്. ഒഡീഷയിലെ കട്ടക് മഹാനദിയുടെ തീരത്താണ്. കട്ടക് മഹാനദിയുടെ തീരത്താണ്. അടുത്തത് ഹൈദരാബാദ്. ഹൈദരാബാദ് മൂസി നദിയുടെ തീരത്താണ്. ഹൈദരാബാദ് മൂസി നദിയുടെ തീരത്താണ്. അടുത്തത് വിജയവാഡ. വിജയവാഡ ആന്ധ്രാപ്രദേശിലാണ്. കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ. കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയവാഡ. ഗോവയിലെ പ്രധാനപ്പെട്ട നദിയാണ് മണ്ഡോവി. ഗോവയിലൂടെ ഒഴുകുന്ന നദിയാണ് മണ്ഡോവി. ഗോവയുടെ തലസ്ഥാനമായ പനാജി മണ്ഡോവി നദിയുടെ തീരത്താണ്. പനാജി മണ്ഡോവി നദിയുടെ തീരത്താണ്. മഹാരാഷ്ട്രയിലെ നാസിക്. ഗോദാവരി തീരത്താണ്. നാസിക് ഗോദാവരിയുടെ തീരത്താണ്. മാംഗ്ലൂർ കർണാടകയിലാണ്. മംഗലാപുരം കർണാടകയിലാണ്. നേത്രാവതി നദിയുടെ തീരത്താണ് മംഗ്ലൂർ. നേത്രാവതി നദിയുടെ തീരത്താണ് മാംഗ്ലൂർ. അടുത്ത മൈസൂർ കാവേരി തീരത്താണ്. മൈസൂർ കാവേരി നദിയുടെ തീരത്താണ്. തഞ്ചാവൂരും, തമിഴ്നാട്ടിലെ തഞ്ചാവൂരും കാവേരി നദിയുടെ തന്നെ തീരത്താണ്. കർണാടകയിലെ ഹംപി തുംഗഭദ്രയുടെ തീരത്താണ്. ഹംപി തുംഗഭദ്ര നദിയുടെ തീരത്താണ്. ബംഗളൂരു കർണാടകയിലാണ്. ബംഗളൂരു വൃഷഭാവതിയുടെ തീരത്താണ്. വൃഷഭാവതിയുടെ തീരത്താണ് ബംഗളൂരു. അടുത്ത മധുര. തമിഴ്നാട്ടിലെ മധുര വൈഗയുടെ തീരത്താണ്. മധുര വൈഗയുടെ തീരത്താണ്. മറ്റൊരു മധുരയുണ്ട്, അത് യമുന നദിയുടെ തീരത്താണ്. തമിഴ്നാട്ടിലെ ചെന്നൈ, തമിഴ്നാടിന്റെ തലസ്ഥാനമായ ചെന്നൈ അടയാറിന്റെ തീരത്ത്. തഞ്ചാവൂർ കാവേരിയുടെ തീരത്താണ്. നെൽകൃഷിക്ക് പേരുകേട്ട തഞ്ചാവൂർ കാവേരി നദിയുടെ തീരത്താണ്. ഇനി ചില കോഡുകളിലൂടെ ഈ നദീതീര പട്ടണങ്ങളെ ഒന്ന് ഓർത്തു നോക്കാം. ആദ്യത്തത് ഇന്ദുലേഖ എന്ന് ഓർക്കുക. ഇന്ദുലേഖ ഇൻഡസിന്റെ തീരത്താണ് ലേ പട്ടണം. ഇന്ദുലേഖ ലേ പട്ടണം ഇൻഡസ് നദിയുടെ തീരത്താണ്. അടുത്തത് അമൃത് മണാലിയിൽ ചെന്ന് ബിയർ അടിച്ചു. അമൃത് മണാലി ബിയർ. അമൃതും ഒരു തരം ബിയർ ആണ്. അപ്പൊ അമൃത് മണാലി ബിയർ. അപ്പൊ അമൃത്സറും മണാലിയും ഏത് നദിയുടെ തീരത്താണ്? ബിയാസിന്റെ തീരത്താണ്. അപ്പൊ അമൃത് മണാലി ഓർക്കുക, ബിയർ. അമൃത്സറും മണാലിയും ബിയാസ് നദിയുടെ തീരത്താണ്. അടുത്തത് ബദരിനാഥ് അല്ലെങ്കിൽ അളകനന്ദ എന്ന് കേൾക്കുമ്പോൾ അഴകുള്ള ബദരി എന്ന് ഓർത്തു വെച്ചേക്കുക. അഴകുള്ള ബദരി. അപ്പൊ ബദരിനാഥ് അളകനന്ദയുടെ തീരത്താണ്. അഴകുള്ള ബദരി. അളകനന്ദ എന്ന് കേൾക്കുമ്പോൾ ബദരിനാഥ് ഓർമ്മ വരിക. ബദരിനാഥ് എന്ന് കേൾക്കുമ്പോൾ അളകനന്ദ ഓർക്കുക. അഴകുള്ള ബദരി.
അടുത്തത് ഗംഗാ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളെല്ലാം കൂടി ഓർത്തു വയ്ക്കാനുള്ള ഒരു കോഡാണ്. ഗംഗാ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ. അലഹബാദ് ഉള്ള ഹരിക്ക് ഋഷിയെ കാണാൻ പറ്റണമെങ്കിൽ മിർസാപൂർ വരണം. അലഹബാദ് ഉള്ള ഹരിക്ക് ഋഷിയെ കാണാൻ പറ്റണമെങ്കിൽ മിർസാപൂർ വരണം. അപ്പൊ അലഹബാദ്, ഹരിക്ക് ഹരിദ്വാർ, ഋഷി ഋഷികേശ്, കാണാൻ കാൺപൂർ, പറ്റണമെങ്കിൽ പട്ന, ബീഹാറിന്റെ തലസ്ഥാനമായ പട്ന, മിർസാപൂർ മിർസാപൂർ തന്നെയാണ്, വരണം വാരാണസി. ഇവയെല്ലാം തന്നെ ഗംഗാ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ്. അപ്പൊ ഗംഗാ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ്. അലഹബാദുള്ള ഹരിക്ക് ഋഷിയെ കാണാൻ പറ്റണമെങ്കിൽ മിർസാപൂർ വരണം. അത്രേ ഓർക്കുക. അലഹബാദുള്ള ഹരിക്ക് ഋഷിയെ കാണാൻ പറ്റണമെങ്കിൽ മിർസാപൂർ വരണം. അലഹബാദ്, ഹരിദ്വാർ, ഋഷികേശ്, കാൺപൂർ, പട്ന, മിർസാപൂർ, വാരാണസി. ഇത്രയും ഗംഗാ നദിയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ്. ഓർമ്മയിരിക്കുമല്ലോ. അടുത്തത് യമുന. യമുനയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ഓർക്കാൻ. യമുനയിലൂടെ പോയാൽ ഗംഗയും കാണാം, മധുരമുള്ള ആഗ്രയും കാണാം. അപ്പം മധുരമുള്ള ആഗ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ താജ്മഹല് ആഗ്രയിലാണ്. അപ്പൊ ആഗ്രയ്ക്ക് കുറച്ച് മധുരമൊക്കെ കാണും അല്ലേ? അപ്പൊ യമുനയിലൂടെ പോയാൽ ഡൽഹിയും കാണാം, മധുരമുള്ള ആഗ്രയും കാണാം. അപ്പൊ യമുനയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാ? ഡൽഹി, മധുരം, മധുര, ആഗ്ര. അപ്പൊ യമുനയുടെ തീരത്താണ് മധുര, ആഗ്ര, ഡൽഹി. യമുനയിലൂടെ പോയാൽ ഡൽഹിയും കാണാം, മധുരമുള്ള ആഗ്രയും കാണാം. യമുനയുടെ തീരത്താണ് ഡൽഹിയും മധുരയും ആഗ്രയും. അടുത്തത് ജബ ജബ. ജബ ജബ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഒരു നർമ്മമാണ് അതിൽ തോന്നുന്നത് അല്ലെ? ജബ ജബ എന്ന് പറയുന്നത്. അപ്പൊ ജബ, ജബൽപൂർ. ജബൽപൂർ നർമ്മമാണ്. നർമ്മദയുടെ തീരത്താണ് ജബൽപൂർ. അപ്പൊ ജബൽപൂർ, ജബ്ബ എന്ന് കേൾക്കുമ്പോൾ നർമ്മ എന്ന് ഓർമ്മ വരിക. ജബൽപൂർ നർമ്മദയുടെ തീരത്താണ്. ജബൽപൂർ നർമ്മദയുടെ തീരത്താണ്. അടുത്തത് തഞ്ചാവൂരുള്ള കാവേരിക്കിഷ്ടം മൈസൂർ പാക്കാണ്. അപ്പൊ തഞ്ചാവൂരുള്ള കാവേരിക്ക് മൈസൂർ പാക്കാണ് ഇഷ്ടം. അപ്പോ തഞ്ചാവൂരും മൈസൂരും എവിടെ, ഏത് നദിയുടെ തീരത്താണ്? കാവേരിയുടെ തീരത്ത്. തഞ്ചാവൂരും മൈസൂരും കാവേരി നദിയുടെ തീരത്താണ്. ഓർമ്മയുണ്ടാവുമല്ലോ. അടുത്തത് ഗോമതിക്ക് ലക്കുണ്ട്. അപ്പൊ ലക്ക് എന്ന് പറയുമ്പോൾ ലക്നൗ ഓർക്കുക. ലക്നൗ ഗോമതി നദിയുടെ തീരത്താണ്. ഗോമതിക്ക് ആർക്കാ ലക്കുള്ളത്? ലക്നൗ. ലക്കുള്ളത് ആർക്കാ? ഗോമതിക്ക്. ഗോമതിക്ക് ലക്കുണ്ട്. അപ്പൊ ലക്നൗ, ഗോമതി. മധുരയിലെത്താൻ വൈകിയാലും മാംഗ്ലൂർ കണ്ണാശുപത്രിയിൽ പോയാൽ മതി. അപ്പൊ മധുരയിലെത്താൻ വൈകിയാലും, എവിടെയാണ് എത്താൻ വൈകിയത്? മധുര. അപ്പൊ വൈഗ നദിയുടെ തീരത്താണ് മധുര. മധുര, രണ്ട് മധുരയുണ്ട്. ഇവിടെ വൈഗ നദിയുടെ തീരത്തുള്ള മധുര. മാംഗ്ലൂർ കണ്ണാശുപത്രിയിൽ പോയാൽ മതി. കണ്ണിന് മറ്റൊരു മലയാളം വാക്കാണ് നേത്ര. അപ്പൊ നേത്രാവതി, മാംഗ്ലൂര് നേത്രാവതിയുടെ തീരത്താണ്. മാംഗ്ലൂർ കണ്ണാശുപത്രി എന്ന് ഓർക്കുക. മാംഗ്ലൂർ, മംഗലാപുരത്ത് ഒരു കണ്ണാശുപത്രി ഉണ്ടെന്ന് ഓർക്കുക. മാംഗ്ലൂർ നേത്രാവതി. അപ്പോ ഗോമതി ലക്നൗ, ലക്നൌവിന്റെ തീരത്താണ് ഗോമതി. മധുരയിലെത്താൻ വൈകി, മധുര വൈഗ നദിയുടെ തീരത്താണ്. മാംഗ്ലൂര് കണ്ണാശുപത്രിയാണ്. അപ്പൊ നേത്രാവതി, നേത്രാവതിയുടെ തീരത്താണ് മാംഗ്ലൂർ. അടുത്തത് ഗോദയിലെ രാജാവായി കൃഷ്ണൻ വിജയിച്ചു വന്നപ്പോൾ കട്ടയ്ക്ക് മഹാനായി നിന്ന ആളുകളാണ് സബർമതിയിലെ ഗാന്ധിയും അഹമ്മദും. അപ്പൊ ഇത്രയും ലോങ് സെന്റൻസ് ആലോചിക്കേണ്ട, ഓരോ വരി ഓർക്കുക. ഗോദയിലെ രാജാവ്, അപ്പൊ ഗോദ ഗോദാവരി, രാജ രാജമുദ്രി. ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലമാണ് രാജമുദ്രി. അപ്പൊ ഗോദയിലെ രാജാവ്, ഗോദാവരി, രാജമുദ്രി. കൃഷ്ണൻ വിജയിച്ചു വന്നപ്പോൾ, അപ്പൊ കൃഷ്ണനും വിജയനും. അർജുനന്റെ മറ്റൊരു പേരാണ് വിജയൻ. അപ്പൊ കൃഷ്ണൻ വിജയിച്ചു. അപ്പൊ കൃഷ്ണ നദിയുടെ തീരത്താണ് വിജയം, വിജയവാഡ കൃഷ്ണ നദിയുടെ തീരത്താണ്. കട്ടയ്ക്ക് മഹാനായി നിന്ന്, കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരൊക്കെ മഹാന്മാരാണ് അല്ലെ? അപ്പൊ കട്ടക്ക് മഹാൻ ആണ്. മഹാനദിയുടെ തീരത്താണ് കട്ടക്ക്.
അടുത്തത് ഗാന്ധിയും അഹമ്മദും സബർമതിയിലാണ്. അപ്പൊ സബർമതിയുടെ തീരത്താണ് ഗാന്ധിനഗറും അഹമ്മദാബാദും. അഹമ്മദാബാദും ഗാന്ധിനഗറും സബർമതിയുടെ തീരത്താണ്. അടുത്തത് ചെന്നൈ അടയാർ നദിയുടെ തീരത്താണ്. അപ്പൊ ഓർക്കുക അടയാർ, അഡാർ ലവ് എന്ന് ഓർക്കുക. അഡാർ ലവ്, ലവ് സീൻസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണുന്നത് തമിഴ് സിനിമകളിലാണ് അല്ലെ. അപ്പൊ തമിഴ് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ചെന്നൈ ആണ്. അപ്പൊ ചെന്നൈ അഡാർ ലവ്, അടയാർ, ചെന്നൈ അടയാറിന്റെ തീരത്താണ്. അപ്പൊ കോഡുകളൊക്കെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നമ്മൾ വിട്ടുപോയ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. സൂററ്റിന്റെ തീരത്താണ് താപ്തി നദി. സൂററ്റിന്റെ തീരത്താണ്. സൂററ്റ് ടീയിൽ അവസാനിക്കുന്നു, ടീയിൽ തുടങ്ങുന്ന നദി താപ്തി. സൂററ്റിന്റെ തീരത്താണ്, താപ്തി നദിയുടെ തീരത്താണ് സൂററ്റ്. അടുത്തത് രാജസ്ഥാനിലെ കോട്ട ചമ്പൽ നദിയുടെ തീരത്താണ്. രാജസ്ഥാനിലെ കോട്ട ചമ്പൽ നദിയുടെ തീരത്താണ്. അപ്പോ പ്രധാന നദീതീര പട്ടണങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഇതുവരെ കണ്ടും കേട്ടും ഇരുന്നതിന് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി.